ഹലോ ഗൈസ്, നമ്മളിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യണത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിൻ്റെ ശേഷം മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് കാറ്റർ തരികയാണെങ്കിൽ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ നോക്കാം. പിന്നെ വേറെ എന്ന് കിട്ടിയ ഒരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ട് ലിക്വിഡിറ്റി പോയിന്റ് ആണ് ഇപ്പോൾ താഴെ ഉള്ളത്. ഒന്ന് ഈ ഒരു പോയിന്റും ഒന്ന് ഈ ഒരു പോയിന്റും. ഈ രണ്ട് പോയിന്റിൽ നിന്ന് നമുക്ക് കോൾ ഓപ്ഷൻ നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ ഒരു പോയിന്റിക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു പുട്ട് ഓപ്ഷൻ നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്കാണ് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ ഇന്നത്തെ ഡേ ഹൈ വരെ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് രാവിലെ തൊട്ടിട്ട് ഇതുവരെയായിട്ട് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇവിടെയുള്ള എല്ലാവരുടെയും ലിക്വിഡിറ്റി എല്ലാവരും SL വെച്ചിട്ടുണ്ടാവുക ഈ ഒരു പോയിന്റിലായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് അവരുടെ ലിക്വിഡിറ്റി എല്ലാം എടുത്തതിൻ്റെ ശേഷം ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റിജക്ഷൻ കണ്ടിട്ടാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, ഇത് ടാർഗറ്റ് ആണോ അതോ SL ആണോ എന്ന്. നമുക്ക് നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് ഒന്നല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് നമുക്ക് ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഈ ഒരു പോയിന്റ് നമുക്ക് ടാർഗറ്റ് വെക്കാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇത് തന്നെ വെക്കാം. എന്നിട്ട് മാർക്കറ്റ് എങ്ങനെയാണോ നോക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് മാറ്റി വെക്കാം.